ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇന്ന് DMസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. DFസും കാണുക. ഓക്കെ, അപ്പോൾ DMസ് വളരെയധികം ക്രൂഷ്യലായിട്ടൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് എല്ലാ തരത്തിലും ട്രിഗേഴ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അവരുടെ ആത്മാവിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലവിധത്തിലുള്ള രോഗങ്ങളായിട്ടും ശരീരത്തിനുള്ള ക്ഷീണമായിട്ടൊക്കെയാണ് ശാരീരിക ബുദ്ധിമുട്ട് വരുന്നത്. മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരുന്നു. സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു. പിന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജോലി നഷ്ടപ്പെടുന്നു, മറ്റൊരു ജോലി കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. പിന്നെ അവർക്കൊരു മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണിൽ നിന്നും ചീറ്റിംഗ് എനർജി ഉണ്ടാകുന്നു. അതായത് അവർ ചീറ്റ് ചെയ്യുന്നു. പിന്നെ തേർഡ് പേഴ്സൺ വളരെയധികം സെൽഫിഷായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നു. ഓൾറെഡി ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇവരുടെ DFൽ നിന്നും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവരുടെ തേർഡ് പേഴ്സണിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില തേർഡ് പേഴ്സൺസ് ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തിട്ടാണ് DMസിനെ അവരുടെ വരുതിയിൽ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം കൗണ്ടർ പാർട്ടിലേക്ക് തന്നെ ഈ DF എത്തും. ഇതിനു മുന്നേയും അവരങ്ങനെ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പലതരത്തിലുള്ള വാർണിങ്സ് ഡിവൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും അവർ അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ കർമ്മയുടെ ഫലം തേർഡ് പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ DMന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ തേർഡ് പേഴ്സൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവം മാത്രമായി മാറുന്നു. അവരുടെ ശരീരം മനസ്സും അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ആത്മാവ് DFലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്നലെയും മറ്റും, DFസിന് ഒരു ഹാർട്ട് ചക്രയിൽ പെയിനോ അല്ലെങ്കിൽ ഒരു ഭാരമോ ഒക്കെ തോന്നിയിട്ടുണ്ടാകാം. ക്ഷീണം തോന്നിയിട്ടുണ്ടാകാം. DMസിനെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. അത് സോൾ ലെവലിൽ DM നിങ്ങളെ ഓർക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി അവരെ അവിടെ ശാരീരികമായും മാനസികമായും തേർഡ് പേഴ്സണിലേക്ക് പിടിച്ച് നിർത്തിയിരിക്കുന്നു. അവർക്ക് എന്തൊക്കെ അവരുടെ മുന്നിൽ കണ്ടാലും എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നും തിരിഞ്ഞ് DFലേക്ക് വരാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ അവരുടെ ഹാർട്ട് ചക്രയും അവരുടെ തേർഡയും ബ്ലോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിൽ നിന്നും അവർക്കൊരു ബ്ലോക്കേജ് ശാരീരികമായിട്ടും മാനസികമായിട്ടും സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, ഇതെത്രയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ. ഇത്തരത്തിൽ എല്ലാ ചുറ്റുപാടുകളും എഗെയിൻസ്റ്റായിട്ട് വരികയും സ്വന്തം കൗണ്ടർ പാർട്ടിൽ നിന്ന് അവർക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം പോലും കിട്ടാതെ അകന്നു പോവുകയും ചെയ്യുമ്പോൾ അവരുടെ സോൾ ഒരുപാട് ക്രേവ് ചെയ്യുന്നുണ്ട് സ്വന്തം കൗണ്ടർ പാർട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു DMന് വളരെയധികം ക്രൂഷ്യൽ മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഒരു മനസ്സ് തകർന്ന് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിൽ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഒരു തേർഡ് പേഴ്സൺ ഉള്ള ഒരു DMനെ കുറിച്ചാണ്. ഒരു തേർഡ് പേഴ്സൺ ഇല്ലാത്ത ഒരു DM ആണെങ്കിൽ കൂടി അവർക്ക് ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നിറയുകയാണ്. അവർക്ക് അടുത്തൊരു മാരേജ് പ്രപ്പോസൽ വരിക, അവരുടെ കുടുംബത്തിൽ നിന്ന് അത്തരത്തിലുള്ള പ്രഷർ ഉണ്ടാവുക, അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, കരിയർ ബ്ലോക്ക് ആവുക, എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും അവർക്ക് ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും വിവാഹമായില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയില്ലേ എന്നൊക്കെ ചോദിക്കും. കയ്യിൽ കാശില്ലാത്ത ഒരാളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് ഒരു തേർഡ് പേഴ്സൺ ഇല്ലാത്ത അല്ലെങ്കിൽ മേരീഡ് അല്ലാത്ത ഒരു DM അനുഭവിക്കുന്നത്. അത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും. അപ്പോൾ
ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ആത്മഹത്യ ടെൻഡൻസി, ആദ്യം ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ഡിപ്രഷൻ കൂടി അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ആകെ ഒരു ആശ്രയം ഒരു കൗണ്ടർ പാർട്ടായിരുന്നു. അതും കിട്ടാതെ വരുമ്പോൾ ഡിവൈനിൽ പോലും അവർക്കൊരു വിശ്വാസ്യത നഷ്ടപ്പെടുകയും, കൂടുതലും DFൻ്റെ അത്രയും ഡിവൈനിൽ കണക്റ്റഡ് അല്ല DM. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഡിവൈനിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനും പറ്റുന്നില്ല. അവരൊരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിറ്റിൽ ആമി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ തന്നെ ഇങ്ങനെ DMസിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു 1 month മുന്നേ തന്നെ ആ ഒരു മെസ്സേജ് എനിക്ക് ഡിവൈനിൽ നിന്നും ഗൈഡഡ് ആയിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ബട്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തണ്ട എന്ന് കരുതി പറയാതിരുന്നതുമാണ്. പക്ഷേ ഇത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രം, ഇത്രയും ക്രൂഷ്യലാണ് സിറ്റുവേഷൻസ് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ DMs ആണിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരു DF എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വ്യക്തിപരമായി ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു അവേക്കനിങ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കിട്ടിയാൽ മാത്രമേ, നിങ്ങളൊരു മെസ്കുലൈൻ എനർജിയാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദൈവത്തിലേക്ക് നിങ്ങൾ അടുക്കുകയുള്ളൂ. നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു അവേക്കനിങ് നിങ്ങളിൽ സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ സോള് അവേക്കനാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫിസിക്കൽ വേൾഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ലൂപ്പിൽ വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ദയവായി മനസ്സിലാക്കുക. ഞങ്ങൾ DFs മാറി നിൽക്കുന്നതല്ല നിങ്ങളിൽ നിന്ന്. എന്നായാലും എത്ര കാലമെടുത്താലും ഈ ഒരു കണക്ഷൻ ഡിവൈൻലി തന്നിട്ടുള്ളതാണ്, സ്പിരിച്വലി കണക്റ്റഡാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഇതൊരു പ്രോസസ്സാണ്. ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗം മാത്രമാണ്. ഞങ്ങൾ DFസും ഇതുപോലെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടി കടന്നു പോയിട്ടാണ് ദൈവത്തിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുകയും അവിടെ നിന്നുമാണ് ഈ ജേണിയെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അതേ ഒരു പ്രോസസ്സിലൂടെ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ക്രൂഷ്യലാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു മെസ്കുലൈൻ എനർജിയാണ്. നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആകത്തില്ല. നിങ്ങൾ എത്രത്തോളം ഡൗൺ ആകുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ കുറച്ച് ഏറെ ആയിരിക്കും. അത് മനസ്സിലാക്കുക. സ്വന്തം കൗണ്ടർ പാർട്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ കൗണ്ടർ പാർട്ട് കൂടുതൽ കൗണ്ടർ പാർട്ട്സ് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു അവേക്കനിങ് ഉണ്ടാകണം, കറക്റ്റ് പ്രോസസ്സ് ഉണ്ടാകണം. അതിന് ഞാൻ മാറി നിന്നേ മതിയാകൂ എന്ന് വ്യക്തിപരമായും സോൾ ലെവലിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്. അല്ലാതെ പ്രോസസ്സിൻ്റെ ഭാഗമായി ഡിവൈൻ തന്നെ മാറ്റി നിർത്തുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈൻ്റെ പ്രോസസ്സിംഗ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡിപ്രഷനിലേക്കോ മറ്റ് സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കോ പോകരുത്. ഡിവൈനായിട്ട് തന്നിട്ടുള്ള ഒരു ജന്മമാണ്. നിങ്ങൾ ഇത് സ്വന്തം ഇഷ്ടത്തിന് നശിപ്പിക്കാനോ മറ്റോ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനും അതേ നിമിഷം തന്നെ അതേ ലെവലിൽ കാര്യങ്ങൾ സംഭവിക്കും. ഇതൊരു വാർണിംഗ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് ഡിവൈനിൽ നിന്നുള്ളൊരു വാർണിംഗ് ആയിട്ട് എടുക്കുക. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വാർണിംഗ് അല്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ സെക്കൻഡിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് സംഭവിച്ചിരിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് സംയമനത്തോടു കൂടി നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തായാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതൊരു ലാസ്റ്റ് ബർത്താണ്. ഈ ബർത്തിൽ നിങ്ങളുടെ സോളിനെ നിങ്ങൾ പ്യൂരിഫൈ ചെയ്ത് കൃത്യമായി ജേണിയെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ മോക്ഷം, ഇവിടെ എല്ലാവർക്കും ഈ ലവ് കണക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. നോ, ദ അൾട്ടിമേറ്റ് എയിം ഈസ് സാൽവേഷൻ മീൻസ് മോക്ഷം നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എയിം. നിങ്ങൾ ഈ ലവ് കണക്ഷനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, യൂണിയനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ജേണി നമുക്ക് എവിടെയൊക്കെയോ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതം മതിയായി, ഇനി അങ്ങോട്ട് വേണ്ട എന്ന് നിങ്ങൾ വ്യക്തിപരമായി തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന കൗണ്ടർ പാർട്ടിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജേണി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡിവൈനെക്കുറിച്ചും ഓർക്കേണ്ടതാണ്. ഓക്കെ, ഒരു വേദന ഉണ്ടെങ്കിലേ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. അത്
ഒരു മസ്കുലൈൻ എനർജി അല്ലേ, അത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഒരിക്കലും സാധൂകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, ഒരു ഫെമിനൈൻ എനർജി ഇത് ഇത്രയൊക്കെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മസ്കുലൈൻ എനർജിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് വന്നിട്ടുള്ളവരല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സാധാ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പോലെ ഒരു ജീവിതം, ഒരു മാരേജ്, കുട്ടികൾ, കുടുംബം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ച് മരിച്ച് പോകാൻ വന്നിട്ടുള്ളവരല്ല. ഈ ഒരു ബർത്തിനുള്ളിൽ നിങ്ങൾ ഇതേ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളോ നിങ്ങൾ ജനിച്ച കുടുംബത്തിൽ ഉള്ള നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളില്ലേ, അതിനനുസരിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങളിപ്പോൾ ജനിച്ചിരിക്കുന്നത്. എന്തിനാണ്? ആ കർമ്മങ്ങളെല്ലാം, ആ കർമ്മദോഷങ്ങളെല്ലാം നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണം. ഓക്കെ, അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറും, നിങ്ങളുടേതായ ദോഷങ്ങളും മാറും. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അശുദ്ധികളെന്ന് പറയും. ഒരുപാട് അശുദ്ധികൾ ഒരു മനുഷ്യനുണ്ട്. ആ അശുദ്ധികളൊക്കെയും മാറ്റി പ്യുവറായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കണം. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുമ്പോൾ മാത്രമാണ് ഒരു യൂണിയൻ ഉണ്ടാകുന്നത്. ഹീലിംഗ് പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മിനി യൂണിയൻസ് സാധ്യമാണ്. വീണ്ടും നമ്മൾ അതിൽ നിന്ന് സെപ്പറേഷൻ ഫേസിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ഹീലായിട്ടില്ല. ഇനിയും ഹീൽ ചെയ്യാനുള്ള പോർഷൻസ് അല്ലെങ്കിൽ ഹീൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്കൊരു ട്രിഗർ നൽകിക്കൊണ്ട് മനസ്സിലാക്കി തരും. അപ്പോൾ അതിനനുസരിച്ച് ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഓക്കെ, സാധാ ഒരു വ്യക്തിയെ പോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ഒരു ജന്മവും പാഴാക്കി നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഒളിച്ചോടാൻ പോകുന്നത്? ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. DMCനോട് എനിക്ക് പറയാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അത് ഓർക്കുക. അതേ സെക്കൻഡിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് അത് സംഭവിച്ചിരിക്കും. എന്നിട്ട് നിങ്ങൾ പിന്നെ എന്താണ് അടുത്ത നിങ്ങളുടെ റിസൾട്ട് എന്താണ്? ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടത്തില്ല. ഇനിയൊരു ജന്മം ഉണ്ടാകുമോ? നിങ്ങൾ ഇത്രയും നാൾ സർവൈവ് ചെയ്തതിന് എന്താണ് ഒരു റിസൾട്ട്? ഒരു റിസൾട്ടും ഇല്ല. നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ വർക്കിനെ കൂടി നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഹാർഡ് വർക്കിനെ പോലും നിങ്ങൾ വില വയ്ക്കുന്നില്ല, അതിനെ കൂടി നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ അവരുടെ എഫേർട്ടിനെ കൂടി, ആ ഒരു കൗണ്ടർ പാർട്ടിനെയും കൂടി നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിഷമമുണ്ട്. പേഴ്സണലി ഇത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് എനിക്ക് DFCനോട് പറയാനുള്ളത്, ഐ വാണ്ട് സം ടൈം. ഓക്കെ, പറയാം. ഓക്കെ, എനിക്ക് DFCനോട് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നതുകൊണ്ട് വിഷമമില്ലാന്ന് വിചാരിക്കുന്നു. കമൻറ്റിൽ വന്നൊരു പേരാണ് ആമിയുടെ. ആമി അതിലിട്ടിരുന്ന കാര്യങ്ങൾ ഞാനും വായിച്ചതാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമം തോന്നി. ഒരു DF എന്നുള്ള നിലയ്ക്ക് സ്വന്തം DM അങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് ആമി അറിയുകയും ചെയ്യുന്നു. അറിഞ്ഞില്ല എങ്കിൽ പിന്നെയും പ്രശ്നമില്ല. മുന്നിൽ കാണുകയും കൂടി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്നൊരവസ്ഥ പേഴ്സണലി എനിക്കതൊരു പെയിനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സോ ഞാൻ കുറച്ച് ഇമോഷണൽ ആകുന്നുണ്ട്. ഓക്കെ, എന്നാലും ഒരു DFനോട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സന്ധ്യയ്ക്ക് നിങ്ങൾ 108 മന്ത്രങ്ങളുണ്ട് ശിവഭഗവാന്റെ, അത് ചൊല്ലുക. ഓക്കെ, അതിനുശേഷം ശിവകവചം ചൊല്ലുക. ഒരു 10 മിനിറ്റ്സ്, മാക്സിമം 10 മിനിറ്റ്സ് എന്തേ ഉള്ളൂ ശിവകവചം. എത്രയായാലും കുഴപ്പമില്ല, 10 or 15 മിനിറ്റ്സ് അത് ചൊല്ലുക. അത് അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും, നിങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ തരും, നിങ്ങളുടെ ഡിവൈൻ കണക്ഷനും പ്രൊട്ടക്ഷൻ തരും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ, തൊട്ടടുത്ത് തന്നെ ഉള്ളതായിരിക്കണം ശിവക്ഷേത്രത്തിൽ, നിങ്ങൾ ഒന്നുകിൽ മലയാള മാസം 1-ാം തീയതി, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിൻ്റെ നക്ഷത്രം വരുന്ന ദിവസം. ഓക്കെ, നക്ഷത്രം അറിയാമെന്നുള്ളവർ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയുടെ പേരിൽ ഒരു നീരാഞ്ജനവും പ്രത്യേകിച്ചൊരു മൃത്യുഞ്ജയ അർച്ചനയും ചെയ്യാം. ഓക്കെ, അത് എല്ലാ മാസവും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പീരീഡ്സിൻ്റെ ഡേറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുക, ഏതാണ് നമുക്കിതിൽ ആപ്റ്റായിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങളിത് മുടക്കണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് വരെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിലടാ ആ റിസൾട്ട് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമായിട്ട് ചെയ്യേണ്ട, നിങ്ങൾക്കും കൂടി ചേർത്ത്, അത് ഏത് ദിവസമാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി ചേർത്ത് ചെയ്യാം. ഓക്കെ,
പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഭഗവാനേ ശിവശങ്കര ആദിശക്തി, നമ്മുടെ പിതാവും മാതാവുമാണ്. നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡിലുള്ള പിതാവിനും മാതാവിനും അപ്പുറത്തേക്ക് നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ നമ്മുടെ പിതാവും മാതാവുമാണ് ഭഗവാൻ ശിവശങ്കരനും ആദിശക്തി. നിങ്ങൾ മറ്റു മതസ്ഥരാണെങ്കിൽ അത്തരത്തിൽ എടുക്കുക. എനിക്കറിയില്ല അവിടെ ഏത് ദൈവമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്ത് തന്നെയായാലും പറയുക, ഭഗവാനെ ശിവശങ്കര, മാതാവേ ആദിശക്തി, എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, എൻ്റെ DM വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇത്തരത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ട അരുതാത്ത ഒരു ചിന്തകളും കൊടുക്കാതെ ഈ ഒരു ജേണിയിൽ വിശ്വസിച്ച്, ഡിവൈനിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുന്നതിനും കൃത്യമായൊരു അവേക്കനിങ് സാധ്യമാകുന്നതിനും എന്നെ സഹായിക്കണമേ. എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ സഹായിക്കണമേ. ഞാൻ എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ, മാതാവിനെയും പിതാവിനെയും ഏൽപ്പിക്കുകയാണ്. സുരക്ഷിതമായി കാത്തുരക്ഷിക്കുക. ഈ ഡിവൈൻ കണക്ഷനെയും കാത്തുകൊള്ളുക. ഓക്കെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ ഒരു ഡിവൈൻ കണക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ DMനെ സംരക്ഷിച്ച് എൻ്റെ മാതാവും പിതാവും കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്ന് നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ DMസും ഈ ഒരു പ്രെയർ ചൊല്ലിയിരിക്കുക. ഏത് DM ആണ് ഈ അവസ്ഥയിലൂടെ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ, നമ്മൾ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഭയക്കേണ്ടതില്ല. നിങ്ങളുടെ ഡെയിലി പ്രേയേഴ്സിൽ ഇതും കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളുടെ DM ഫസ്റ്റ് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു, എന്നിരുന്നാലും നമ്മുടെ മനസ്സിന് ഒരു പറയുക, ഞാൻ മാതാവിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞു, എന്നിരുന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രം. എനിക്കതിൽ വിശ്വാസമുണ്ട്. എൻ്റെ മാതാവിലും പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു, ഡിവൈൻ കണക്ഷനിലും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്നുള്ള നിലയിൽ ഞാനൊന്നും കൂടി പറയുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ പ്രാർത്ഥനയോടൊപ്പം 108 ശിവമന്ത്രങ്ങളും ശിവകവചവും ഡെയിലി ചൊല്ലുക. അതുപോലെ ഇത് സന്ധ്യയ്ക്ക് ചെയ്യാം. രാവിലെ നിങ്ങൾ എന്തായാലും രാവിലെ ക്ലെൻസ് ചെയ്തിരിക്കണം, ചക്രാസ് ക്ലെൻസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓറ ലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ റുട്ടീൻ ഇനി മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു റിസൾട്ട് DMൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് വരെയോ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ജേണിയിൽ ഫുള്ളുമോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ബെറ്ററായിരിക്കും. നിങ്ങൾക്കത് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. സമയം കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ DMസിനോട് കുറച്ച് ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഇമോഷൻസ് അതിലുണ്ട്. ഇതിലൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഡിവൈൻ്റെ ഗൈഡൻസും ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് എടുക്കുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.